Hi, my tunes. Welcome to Pearl Code Official. It's me, Ammo Sophie. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. ഞാൻ ഓണത്തിന് ഇപ്രാവശ്യം നമ്മൾ സീരീസ് ഒന്നും ചെയ്യുന്നില്ല. ഭയങ്കര പ്രതീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ചാനൽ കുറച്ച് ടൈം എടുത്തിട്ട് തുടങ്ങിയോണ്ട് ഇപ്പോൾ സീരീസ് ഒന്നും ചെയ്യുന്നില്ല. പിന്നെ പ്രഗ്നൻസി ആണ്. ഇപ്പം നമ്മൾ ഡ്രസ്സൊക്കെ എടുത്താൽ പിന്നീട് അത് യൂസ്ഫുൾ ആവില്ലാന്ന്, അതായത് ഒരു ചേഞ്ചൊക്കെ വരുമല്ലോ എന്തായാലും ഹെൽത്ത് ബോഡിക്കല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ സീരീസ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ, അതായത് എൻ്റെ ലവ് മൈ ലൈഫ് അമ്മൂസ് എന്നുള്ള ചാനലിൽ നമ്മൾ സീരീസ് ചെയ്തിട്ടുണ്ട്. അത് ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ വന്ന കേട്ടോ. അതായത് ഞാൻ അതും ഇതുമായിട്ട് വലിയൊരു ഈ പ്രാവശ്യത്തെ ഓണമായിട്ടൊന്നും വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല. ഞാൻ സ്കേർട്ട്, സാരി, പിന്നെ ധാവണി ഇറങ്ങിയ ഷോളില്ലേ, ടൈപ്പ് ഓഫ് ഷോള്, പിന്നെ ഹെയർ സ്റ്റൈല്, ഇതൊക്കെ കേട്ടോ ചെയ്തത്. അതായത് സ്കേർട്ട് നമ്മൾ ചെയ്തത് 4 ടൈപ്പ് ബ്ലൗസാണ് വന്നത്. അതായത് ഒന്ന് പഫ് കൈ കേട്ടോ കൊടുത്തത്, പഫ് കൈയിലൊന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ലീവ്ലെസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്രോപ്പ് ടോപ്പ് മാതിരിയല്ല, എല്ലാം ക്രോപ്പ് ടോപ്പ് മാതിരി തന്നെ കേട്ടോ ചെയ്തത്. പിന്നെ എനിക്കൊന്ന് എന്തായാലും നമ്മൾ 4 ടൈപ്പ് ഡ്രസ്സ് അന്ന് വെയർ ചെയ്തിട്ടുണ്ട് സ്കേർട്ടിൻ്റെ കൂടെ. എനിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷയോട് കൂടി ചെയ്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സക്സസ് ആയില്ല. പക്ഷേങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു ടൈപ്പ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ട്. ആ ബ്ലൗസ്, ആ ഒരു ടൈപ്പിലുള്ള ബ്ലൗസും സ്കേർട്ടും ഒക്കെ ഇപ്പോഴും ട്രെൻഡിങ് ആയിട്ടാണ് നിൽക്കുന്നുണ്ട്. ഞാൻ സൈഡിൽ പിക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ഒന്ന് കയറിയിട്ട് സെർച്ച് നോക്കട്ടോ. പിന്നെ നമ്മൾ ചെയ്തത് 4 ബ്ലൗസ്, അതായത് സാരി കൂടി കേട്ടോ ചെയ്തത്. അത് ജസ്റ്റ് അന്ന് ഒരു ട്രെൻഡിങ് ആയിരുന്നു പഫ് കൈ, ആ സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പഫ് കൈ കേട്ടോ ചെയ്തത്. പിന്നെ ഒരു ലോങ് ഒരു സാധാ സ്കേർട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബ്ലൗസ്. പിന്നെ നോർമലി നമ്മൾ സെറ്റ് സാരീൻ്റെ അതെണ്ണ പെയർ ചെയ്തിട്ടുള്ള ഒരു ബ്ലൗസ്. അതൊക്കെ പഫ് കയ്യിൽ കുറച്ച് വീതിയിലാണ് അത് കൊടുത്തത്. പിക്ചറൊക്കെ സൈഡ് കൊടുക്കുന്നുണ്ട്, എന്നാലും നോക്കി നോക്കുക. അതൊരു വലിയൊരു വ്യത്യാസം വന്നില്ല. ആ ടൈപ്പിൽ തന്നെ ഇപ്പം എല്ലാവരും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അവിടെ നല്ലൊരു ഡിസൈനൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് മുല്ലപ്പ് ഹെയർ സ്റ്റൈൽ. അത് ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടോ. പെട്ടെന്ന് എടുത്ത വീഡിയോ ആയിരുന്നു. അതുപോലെ തന്നെ അത് ഏകദേശം അതിൻ്റെ ഇതുപോലെ കംപ്ലൈൻറ്റൊക്കെ വരുന്ന സമയത്ത് മൊത്തത്തിൽ എന്താ പറയാ, നമ്മൾ ഇങ്ങനെ കൊട്ട വെച്ച് ചെയ്ത പോലെ മുല്ലപ്പൊക്കെ വെച്ച് ചെയ്തതാണ് കേട്ടോ. ഏകദേശം എൻ്റെ കംപ്ലൈൻറ്റ് നോക്കിയാൽ നമുക്ക് ഫുള്ള് ഒരുപോലെ ആയിരിക്കും. പക്ഷെ മുന്നിലത്തെ ഹെയർ സ്റ്റൈലും ബേക്കിലത്തെയും കൂടി എടുക്കുന്ന സമയത്ത് നല്ല ഒരു വ്യത്യാസം കാണുന്നുണ്ട്. അത് ഫുള്ളായിട്ട് ആ കംപ്ലൈൻറ്റ് കണ്ട് ഒന്നും മനസ്സിലാവില്ല, എല്ലാം ഒരേ ടൈപ്പിലാണ്. പക്ഷേങ്കിൽ നമ്മൾ വെറൈറ്റി ആയിട്ടോ ചെയ്തത്. അതായത് മുന്നിലും ബേക്കിൽ എടുക്കുന്ന ഒരുപോലെ എടുത്തിട്ട് മുന്നിൽ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഹെയർ എടുത്തിട്ടുള്ളത്. പിന്നെ ചെയ്തത് ഷോള് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ അത് സാരി എനിക്ക് ഇങ്ങനെ വെയർ ചെയ്യുന്ന ഇഷ്ടമല്ല, അറിയത്തില്ല. പക്ഷെ നല്ല രീതിയിൽ നമുക്ക് ധാവണിയൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടോ. നല്ല ഒരു 4 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതും ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ആ ടൈപ്പ് തന്നെ കേട്ടോ. ഞാൻ അന്ന് ചെയ്തതും ഇന്നും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ആ ഒരു ടൈപ്പ് തന്നെ ഇന്നും ആ ഷോളൊക്കെ വെയർ ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കേട്ടോ സീരീസ് പോയത്. അതുകൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം സീരീസ് ഒന്നും ചെയ്യില്ല. പക്ഷെ നെക്സ്റ്റ് ടൈം ഓണം നമ്മൾ അടിച്ച് പൊളിക്കുക, അതൊക്കെ വന്നിട്ട് കുറച്ചും കൂടി ചേഞ്ച് ആകത്തല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം നിങ്ങൾക്ക് ഈ ചാനൽ എന്തായാലും ഓണം സീരീസ് ഒന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ ലവ് മൈ ലൈഫ് അമ്മൂസ് ചെന്ന് നോക്കിയാൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് വീഡിയോസ് എല്ലാം. എന്തായാലും ഒന്ന് വാച്ച് ചെയ്താൽ കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ താല്പര്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ വെയർ ചെയ്യണമെങ്കിൽ ഷോളൊക്കെ വെയർ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അഡ്വാൻസ് ഹാപ്പി ഓണം. ലവ് യു മൈ സബ്സ്ക്രൈബേഴ്സ്.